നമ്മൾ ഈ പറഞ്ഞ നഖാബിന്റെ ഇഷ്യൂ വരുമ്പോഴും അതിന് വേണ്ടി വാദിക്കുന്നവരുടെ ഒരു ആർഗ്യുമെന്റ് അതോ അവരുടെ ചോയ്സ് ആണെന്നുള്ളതാണ്. അതിന് നോ ചോയ്സ്, ബിക്കോസ് ഐ ഷുഡ് നോ ഹൂ ഇസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. വി ഡോണ്ട് നോ വെദർ യുവർ മനസ്സിലായത് മറ്റേ എന്താണ് നമ്മൾ പറയുക, തീവ്രവാദിയോ മനസ്സിലായില്ല ആണ് നമുക്ക് അറിയുമല്ലോ. അപ്പോൾ നിങ്ങൾ മുന്നിൽ ഇരുന്നിട്ട് മുഖം മൂടി ധരിച്ചു വന്നാൽ നമുക്ക് എങ്ങനെ ആണാണോ പെണ്ണാണോ നിങ്ങൾ ആരാണെന്നുള്ളത്. ഇറ്റ് ഈസ് അവർ റൈറ്റ് ഓൾസോ ടു നോ ഹൂ ഈസ് സിറ്റിംഗ് അലോങ് വിത്ത് അസ്. ഇത് കാരണം പ്രശ്നമൊന്നുമല്ല, കോളേജിൽ മാത്രമല്ലല്ലോ, നടക്കുന്നിടത്തൊക്കെ ഉണ്ടല്ലോ ഇത്. അപ്പോൾ അത് ഇറ്റ് ഈസ് അവർ റൈറ്റ് ഓൾസോ ടു നോ ഹൂ ദാറ്റ് പേഴ്സൺ ഇസ്. ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല പ്രശ്നം ഒന്നറിയോ, സംബടി ആരെങ്കിലും ഒരാളെ കിഡ്നാപ്പ് ചെയ്യേ ഒരാളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്താൽ ഇതിട്ട് വന്നതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ നമ്മൾ കുറച്ച ആറ്റിറ്റ്യൂഡ് തന്നെ അതിലും മാറണില്ല. തട്ടത്തിന് നമ്മളെതിരല്ല എന്നറിയോ. നിങ്ങളിപ്പോൾ രാജസ്ഥാനിലെ ഇലക്ഷൻ നോക്കൂ, നിങ്ങളതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടില്ലേ? അതിൽ ഒരുപടി ഒട്ടുമുക്കാൽ കാൻഡിഡേറ്റും തട്ടോടുന്നുണ്ട് എന്നറിയോ. രാജ്പുട്ട്, ജാട്ട്, മറാഠ ഇവരെല്ലാവരും തട്ടോടുന്ന സ്ത്രീകൾ. എന്തിനാ പറഞ്ഞത്? നമ്മുടെ SGPC ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി, സിഖുകാർ, നിങ്ങൾ ആ സിഖ് സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, അവരെല്ലാം തലയിൽ തട്ടോട്ടിട്ട്. അപ്പോൾ തലയിൽ തട്ടോടുന്നത് ഒരു നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ഉള്ളതാണ്, അല്ല ഇവിടെ മാത്രമൊന്നുമല്ല. ഇന്ദിരാഗാന്ധി തലയിൽ തട്ടിടും, നമ്മുടെ പ്രതിഭ പട്ടേലിനെ കണ്ടില്ല, മുമ്പ് എപ്പോഴും തലയിൽ തട്ടിവിടാതെ. അതാ ഒരു മറാഠയാണ്. അപ്പോൾ ആ മറാഠ ഇനി അതിൽ വേറൊരു ഇതും കൂടെ പറഞ്ഞുതരാം. ഈ ലോവർ കാസ്റ്റുകൾ ഇടൂല, അപ്പർ കാസ്റ്റാണ് ഇടുന്നത്. ലോവർ കാസ്റ്റുകൾ വളരെ കുറവാണ് ഇടുന്നത്, അപ്പർ കാസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ അത് അവരൊരു റോയാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു അരിസ്റ്റോക്രസിയുടെ ഭാഗമായിട്ട് അവരിടുന്നു. ഇന്നലെ ഞാൻ ഫോട്ടോ കണ്ടപ്പം മുഖം ഫുള്ളി മറച്ചിട്ടാണ് ഇലക്ഷന് ക്യൂവിൽ വെക്കുന്നു, നമ്മുടെ ഇന്നലത്തെ രാജസ്ഥാനൊക്കെ ഇലക്ഷനിൽ. അപ്പോൾ അത് ഒന്നും സ്വീകാര്യമല്ല, അല്ലെങ്കിൽ അത് ഒത്തുറപ്പില്ല. നിക്കാബിന്റെ പേരിൽ താങ്കൾ ഈ ഒരു വ്യത്യസ്ത സ്റ്റാൻഡ് എടുത്തു. താങ്കൾ പറഞ്ഞ അതാണ് ഒറിജിനൽ സ്റ്റാൻഡ്. അത് കമ്മ്യൂണിറ്റിക്കകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. കാരണം അനാവശ്യമായൊരു ഇഷ്യൂ ഡോക്ടർ ഫസൽ ഗഫൂർ ക്രിയേറ്റ് ചെയ്തതായിരുന്നു സമസ്ത പറഞ്ഞത്, ഈവൻ ലീഗ് പറഞ്ഞത്. പലരും ഇങ്ങനത്തെ ഒരു വിഷയം അനാവശ്യ ഇഷ്യൂ അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിലവിടെ വന്ന് ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്യുമ്പോൾ അനാവശ്യ ഇഷ്യൂ ആണോ? ഞാൻ വെറുതെ പറഞ്ഞല്ലോ, അവിടെ സ്റ്റുഡൻറ്റ് വന്ന് ജോയിൻ ചെയ്തല്ലോ. ആ സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്യുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ ബാഡ് ഇംപ്രഷൻ ഫോർ എവരിബഡി. നാളെ ഞങ്ങൾക്കൊരു എക്സ്റ്റേണലായിട്ട് ഒരാൾ വരുന്ന വിചാരിച്ചു, എക്സ്റ്റേണൽ എക്സാമിനർ, അയാൾ ചോദിക്കണം ഇതാരാന്ന് ചോദിച്ചാൽ നമ്മൾ വിട്ടോ. വാട്ട് ഈസ് എ ഗ്യാരണ്ടി ആ പേഴ്സൺ തന്നെയാണ് പരീക്ഷയ്ക്ക് ഇരിക്കുന്നത്? ലോട്ട് ഓഫ് ഇഷ്യൂസ് ആർ ദെയർ. അല്ല, അത് മാത്രമല്ല അങ്ങനെ ഇസ്ലാമിലില്ല. കാരണം ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റേഴ്സ് അവരില്ലല്ലോ. പാകിസ്ഥാൻ്റെ ബംഗ്ലാദേശിലെ ഖാലിദാസിയെയും ഹസീന വാജിദ് രണ്ടുപേരും ഇടുന്നില്ല. ഇന്തോനേഷ്യയിലെ മേഘാവതി സുകർണപുത്രി ഇടുന്നില്ല. നമ്മുടെ ഇതൊക്കെ വലിയ വലിയ ആൾക്കാർ, വലിയ വലിയ രാജ്യങ്ങളുടെ പോട്ടെ. ടർക്കിയിൽ പിന്നെ ട്രാൻസിസ്റ്റർ ആ കാലത്ത് പിന്നെ വേറെ വലിയൊരു ആംഗിളിലാണ് ടർക്കി, അറിയാലോ, അന്ന് ഇപ്പോഴല്ല. അപ്പോൾ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലല്ലോ ഇത് ഈ അടുത്ത കാലത്ത്. ശരി, ഓക്കെ, ഞാനൊന്ന് പറഞ്ഞത് നോക്കണ്ടേ, ഞാനിതിനൊരു കോംപ്രമൈസിന് തയ്യാറാണ്. നിങ്ങളുടെ ഗ്രാൻഡ് മദറും അതിൻ്റെ ഗ്രാൻഡ് മദർക്ക് ഇത് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. ഇതില്ലല്ലോ. നിങ്ങൾ പഴയ സിനിമ M കൃഷ്ണനായരുടെ സിനിമകളൊക്കെ പോയി കണ്ടു നോക്കിയാൽ മണിത്താലിയും കുട്ടിക്കുപ്പായവും അതിലൊന്നും ഇതല്ലല്ലോ ഇടുന്നത്. ഈ സാധനമില്ല 90കളിൽ. അതായത് there are 3 evils which are facing us. One is Aryanization. ഓൾറെഡി ഞാൻ അതിനെപ്പറ്റിയിട്ടുള്ള സോഫ്റ്റ് കമൻറ്റ് പറഞ്ഞു. നമ്പർ 2 അറബൈസേഷൻ, അറബ് കൾച്ചറും കൂടെ കൊണ്ടുവരിക. മൂന്നാമത് വെസ്റ്റേണൈസേഷൻ, പാശ്ചാത്യവൽക്കരണം. അതുകൊണ്ടാണല്ലോ ഇപ്പം നിങ്ങൾ മറ്റേ സ്റ്റേയിങ് ടുഗദറും മറ്റേ ഹോമോസെക്ഷുവാലിറ്റീനെ പറ്റിയിട്ടുള്ള കാതൽ സിനിമയൊക്കെ വരണം. മനസ്സിലായാലേ? കാതൽ സിനിമയിൽ അനുകൂലിച്ച പറഞ്ഞ കേട്ടോ, നിങ്ങൾ കണ്ടോന്ന് പറഞ്ഞൂടാ. ആ സിനിമയിൽ ഹോമോസെക്ഷുവാലിറ്റീനെ അനുകൂലിച്ചിട്ടാണ് പറയുന്നത്. അതിൽ പക്ഷേ ആ വൈഫ് ഭയങ്കരമായിട്ട് സഫർ ചെയ്യണ കാണിക്കുന്നുണ്ട്. 20 years അവർ സഫർ ചെയ്യാനായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ അത്രയും കൺസെപ്റ്റുകൾ എങ്ങനെ തള്ളിക്കളയാമോ? ഈ പറയുന്നത് പോലെ താങ്കൾ പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ വെസ്റ്റേണൈസേഷനും അല്ലെങ്കിൽ അറബനൈസേഷനും ഒരേ ശ്വാസത്തിൽ പറയേണ്ട 2 കാര്യങ്ങളാണ്. കാരണം ഈ നഗരങ്ങളിൽ ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നു.
നോർത്ത് ഇന്ത്യയിൽ ആര്യനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കുന്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മനസ്സിലല്ലേ? മുസ്ലിം മെജോറിറ്റിയുള്ള ഏരിയകൾ, ഞാൻ ഒരു എക്സാമ്പിൾ തരാം. നമ്മുടെ ചാർമിനാർ ഏരിയ ഹൈദരാബാദിൽ ഞാൻ അന്ന് പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിക്കുമ്പോൾ എല്ലാവരും നല്ല മോഡേണായിരുന്നു അവിടെ. ഇപ്പോൾ പോയി നോക്കിയാൽ ഒരൊറ്റം തന്നെ മുഖം കാണില്ല. അത് സലാഹുദ്ദീൻ്റെയും ഉവൈസിയുടെയൊക്കെ ഇടപെടലുകളുടെ ഭാഗമായിട്ട് അതിന് പുറകോട്ടുണ്ട്. അപ്പോൾ ഈ ആര്യനൈസേഷനുള്ള സറ്റലൈറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ രൂപം വരാൻ പോണത് ഓൺലി വെൻ ദറ്റ് ഇത് വരുമ്പോൾ ഫുൾ ഫോമിൽ വരുമ്പോൾ. ഇപ്പം അതൊരു ആൻറ്റി മുസ്ലിം പ്ലാറ്റ്ഫോം മാതിരി നിൽക്കുകയാണ്. അതിൻ്റെ ഒറിജിനൽ രൂപം വരുമ്പോഴാണ് മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ പറഞ്ഞ വിഷയം തന്നെ, അത് കാസ്റ്റ് ബേസ്ഡാണ്. കാസ്റ്റാണ് അതിൻ്റെ ഇഷ്യൂ. അനിൽ ചോദിച്ചതിന്റെ തുടർ ചോദ്യമാണ്, അറബൈസേഷനെയും വെസ്റ്റേണൈസേഷനെയും നമുക്ക് ഒരേ തോതിൽ കാണാൻ പറ്റുമോ? ബിക്കോസ് അറ്റ്ലീസ്റ്റ് സ്ത്രീകളെ സംബന്ധിച്ചെങ്കിലും വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രസീവ്. ഞാനല്ല വെസ്റ്റേൺ നിങ്ങളെ കച്ചവട ചെറുക്കാക്കുകയാണ്. നോട്ട് ചെയ്തോ ഞാൻ പറയാം. സ്ത്രീയെ ഒരു കച്ചവട ചെറുക്കാക്കിയിരിക്കുകയാണ് വെസ്റ്റേൺ ഇതിൽ. അതായത് അതിൻ്റെ പോൺ ഇൻഡസ്ട്രി, അതിൻ്റെ മോഡലിംഗ് ഇൻഡസ്ട്രി, പിന്നെന്താ എന്നാൽ പിന്നെ അതൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അതൊന്നും നിയന്ത്രിക്കുന്നില്ല. ആക്ച്വലി ഐ ടെൽ യു ദാറ്റ് പോൺ ഇൻഡസ്ട്രി ഇറ്റ്സ് എ സ്ലേവ് ഇൻഡസ്ട്രി ആക്ച്വലി. അത് പുറത്തവർ പറയുന്നില്ലല്ലോ, മനസ്സിലായോ? അതായത് ഇവർ ട്രാഫിക് ചെയ്ത് കൊണ്ടുവരുന്ന പെൺകുട്ടികളാണ് അവിടെ നിന്ന് നോക്കുക. ഈ പ്രത്യേകിച്ച് നവഡേസ് ദ ട്രാഫിക്കിംഗ് ഫ്രം ചെക്കോസ്ലോവാക്യ ആൻഡ് ദി ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് ആൻഡ് അതിനാണല്ലോ അവർ അവിടെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അത് ഒരു ഭാഗം അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ക്രിമിനൽ എലമെന്റ് താങ്കൾ പറയുന്ന കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നു. എനിക്കിപ്പോൾ സിദ്ധാർത്ഥ ചോദിച്ചതും ഈവൻ ഞാൻ നേരത്തെ ചോദിച്ചതും ഈ പുതുതായി വരുന്ന മറ്റു ചില കൺസെപ്റ്റുകളെ അല്ല അത് ശരിയല്ല, നിങ്ങൾ തള്ളിക്കളയുന്നത് ശരിയാണ്. അല്ല തള്ളിക്കളയാ. ഞാൻ ആ സിനിമ പറയാൻ കാരണം എന്താ വെച്ചാൽ അതിൽ ജ്യോതിക 20 കൊല്ലം കാണാം, 20 കൊല്ലം സഹിക്കുകയാണ്. ജ്യോതിയോട് ചോദ്യം ചോദിക്കും കോടതിയിൽ, നിങ്ങൾ എത്ര തവണ ബന്ധപ്പെട്ടിട്ടുണ്ട് 20 കൊല്ലത്തിന്? ജ്യോതിയോട് 4 തവണ ബന്ധപ്പെട്ടിരുന്നു. പിന്നെ എന്തിനത് സഹിച്ചിരുന്നു? അത് സഹിച്ചിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി മാത്രം ഉണ്ടായതാണ്. 4 ഒരു അറ്റംപ്റ്റ് കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടുണ്ടായതാണ്. അപ്പോൾ ആ വൈഫ് സഫർ ചെയ്യുന്ന ട്രോമ. അപ്പോൾ ഒന്ന്. രണ്ടാമത്തെ അതിൽ പീഡോഫിലിയ. ഇവരെങ്ങനെയാണത് പഠിച്ചു വരണത്? ഇവർ ആ പീഡോഫിലിക് സൈറ്റിലേ തുടങ്ങുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് അനുഭവമുള്ളതാണല്ലോ. ഇവിടെ കോളേജിലൊക്കെ പഠിക്കും, സ്കൂളിൽ പഠിക്കുമ്പോൾ. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഈ പീഡനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറില്ല. മദ്രസയിൽ പീഡനം, സ്കൂളിൽ പീഡനം. അത് ഈ ആൺകുട്ടികളാണ്, പെൺകുട്ടികളല്ല, അത് ആൺകുട്ടികളാണ്. That is a perversion. As a doctor, I am a neurologist, so I'll tell you very clearly, it's a perversion. See, bestiality, my choice is bestiality എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതെൻ്റെ ചോയ്സാണ്, ഒരു കുഴപ്പമില്ലല്ലോ, ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, അതെൻ്റെ ചോയ്സാണ്. ബീസ്റ്റിയാലിറ്റി, you can't compare bestiality with homosexuality. You need to explain why homosexuality cannot be admitted as a normal thing. അത് ഞാൻ നോർമൽ തിങ് ആവുന്ന ഒരു അബ്നോർമൽ തിങ് ആണെന്നാണ് ഞാൻ വാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോർമൽ എന്ന് പറഞ്ഞു, ഞാൻ അബ്നോർമൽ എന്ന് പറഞ്ഞു. അതേപോലെ പ്രോബ്ലം എന്താ അറിയോ? അബ്നോർമൽ എവിടെ വരണം? ദീസ് പീപ്പിൾ ആർ ക്ലോസറ്റ് ഹോമോസെക്ഷൽസ്. അപ്പോൾ അവർ പോയിട്ട് കല്യാണം കഴിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. അവർ ബൈസെക്ഷലായിട്ടാണ് ടേൺ അപ്പ് ചെയ്യുന്നത്. അവിടെയാണല്ലോ ഇതിൻ്റെ പ്രോബ്ലം. ഈ സൊസൈറ്റിയുടെ പ്രഷർ കാരണമായിരിക്കുമല്ലോ ഇവര് കല്യാണം കഴിക്കുന്നത്. ഈ സാർ ഈ കാദർ റെഫറൻസ് പറഞ്ഞു. കാദർ റെഫറൻസിന് അദ്ദേഹത്തിന് മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് സിനിമയിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അല്ല, അത് ആ പ്രഷർ എല്ലാവരുടെ മുകളിൽ ഉണ്ടാവില്ലേ? ബിക്കോസ് എവൻച്വലി അതാണ്. ബേസിക്കലി ഏത് യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ മെറിറ്റിൽ പഠിക്കുന്ന യുഗത്തിലല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പഠിക്കുന്നത് സ്വയാശ്രയ കോളേജുകളിലാണ് അധികം പേരും, മനസ്സിലായില്ലേ? അവിടെ നിങ്ങൾ അച്ഛന്മാരെ പൈസ കൊടുക്കുന്നു. 32 കോളേജുള്ളതിൽ കേട്ടോ കേൾക്ക്, ഞാൻ മക്കളോട് പറയാം, നിങ്ങൾ എന്തുവാണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ മെറിറ്റ് കയറിക്കോ, പിന്നെ ഫസൽ ഗഫൂർ അങ്ങോട്ട് പഠിപ്പിച്ചോ. അതല്ല, എന്തല്ലേ, സ്വയാശ്രയ കോളേജിൽ ഞങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കാൻ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കണം. എക്കണോമിക് ഇത് പേരൻസിനുണ്ടല്ലോ, അവരെ കയ്യിലിരിക്കില്ല. അവർ പറഞ്ഞവർ കേൾക്കാതിരിക്കാൻ പറ്റില്ല. സ്വന്തം സെക്ഷുവാലിറ്റി ഇല്ല. ഇത് നമ്മൾ അതിൽ മാത്രം പോകണ്ട. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറഞ്ഞോ, മനസ്സിലായില്ലേ? അത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായില്ലേ? അല്ല നല്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അറബ് ഇസ്ലാമിലെ ഏറ്റവും വലിയ സാധനമല്ലേ അത്? നിങ്ങൾക്കറിയാമല്ലോ, ഈക്വാലിറ്റി. ഏത് റിലിജനിലെ ഈക്വാലിറ്റി ഉള്ളത്? ഇസ്ലാമിലാണ് ഈക്വാലിറ്റി ഉള്ളത്, ആണല്ലോ. എല്ലാ ജാതി മതങ്ങളെയും ഇല്ലാതാക്കുന്നു. ആരെങ്കിലും ഉണ്ടോ SC/ST ഇസ്ലാമിൽ? ചർച്ചിൽ SC/ST ഉണ്ടല്ലോ, ഇസ്ലാമിൽ SC/ST ഇല്ലല്ലോ. അപ്പോൾ നമ്മളതിനെ ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ലോവർ സ്റ്റാറ്റയിൽ നിന്ന് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മതം മാറി വന്ന ആൾക്കാരുണ്ട്. അവരെങ്ങനെ കാര്യമായിട്ട് കൊണ്ടുനടക്കേണ്ടവർ.
ഇവരിത് വലിയ കാര്യമായിട്ട് കൊണ്ടെടുക്കുക. ഒരാൾ മതം മാറിയാൽ അത് വലിയ സംഭവമാണ്. നോർത്ത് ഇന്ത്യയിൽ പസ്മന്ത മുസ്ലിംസ് ഉണ്ടല്ലോ, അത് വളരെ കുറവാണ്. ഇതെല്ലാം വിചാരി പസ്മണ്ട അല്ലാതെ, പസ്മണ്ട മീൻസ് OBC. OBC ഈസ് ലൈക്ക് ഇത് നമ്മുടെ ഹിന്ദു OBC. അത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്ന ഒരിതാണ്. അതായത് 54% എങ്ങാണ്ടാണ് ഹിന്ദു OBC. അതിന് തതുല്യമായിട്ട് മുസ്ലിങ്ങളുടെ ഇടയിലും OBC ഉണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് ജീവിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കും സംവരണം കൊടുക്കണം എന്ന് പറഞ്ഞു. മറ്റേ മുസ്ലിമിനെ നിങ്ങൾ പറയണം, അതിൻ്റെ പേര് അർസൽ എന്നാണ്. അത് വളരെ മൈന്യൂട്ട്, അതായത് ടോട്ടൽ അർസൽ പോപ്പുലേഷൻ SC പോപ്പുലേഷൻ ഇസ് ഇൻ മുസ്ലിംസ് ഇസ് ഓൺലി 10 lakhs ഇൻ ഇന്ത്യ. അത് സ്ലോലി അബ്സോർബ് ചെയ്ത് പോകണം, മനസ്സിലായ? അതില്ല. അത് എക്സിസ്റ്റ് ചെയ്യണ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ദളിത്. ഞങ്ങളുടെ ആ സാധനം കാണുന്നില്ലല്ലോ. ഞങ്ങളുടെ ഒരു രസമുള്ളൊരു സംഭവമുണ്ട്. നല്ല കാശൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നമല്ല. എന്താ കാശൊക്കെ ഉണ്ടാക്കിയ ആൾ ഉഷാറായി, അത് വലിയ ഇഷ്യൂ ഒന്നും ആക്കൂല. അയാൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, അതൊരു അതിൻ്റെ ഒരു ബേസിക് നേച്ചറാണ്. അത് നോക്കിയില്ല, നിങ്ങൾ നോക്കി കാണുമല്ലോ. അപ്പോൾ വെസ്റ്റേണൈസേഷൻ്റെ ഡെമോക്രസി, ഫോർ എക്സാമ്പിൾ ദി അമേരിക്കൻ ഡെമോക്രസി is built on diplomacy, which is built upon money. ഈച്ച് അമേരിക്കൻ പ്രസിഡൻറ്റില്ല കോടിക്കണക്കിന് റുപ്യ ചിലവാക്കുകയാണ്, എന്നിട്ട് അതിൽ ഇതുണ്ടാക്കണം. അതിൽ വലിയൊരു ഡെമോക്രസി ഒന്നുമില്ല, മനസ്സിലായോ? അറിയാലോ എങ്ങനെയാണ് അവരുടെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ നോമിനേഷൻസും കാര്യമൊക്കെ നടക്കുന്നത് അതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ ട്രംപ് പ്രസിഡൻ്റ് ആവും. അബ്രഹാം ലിങ്കൺ ഇരുന്ന വൈറ്റ് ഹൗസിൽ ഈ ട്രംപ് കയറിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സംഘടനകൾക്ക് ഇസ്ലാമിന് ഒരു പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞല്ലോ. ഇല്ല. പക്ഷേ അത് സാമൂഹ്യ സംഭവത്തിൽ, അതായത് പൊളിറ്റിക്സിൽ വലിയ സ്വാധീനം ഉണ്ടാകും. ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കുക ഈ പെൺകുട്ടികളോട്. ഇപ്പോൾ 2 പെൺകുട്ടികൾ, നിങ്ങളൊറ്റ ചോദ്യമാണ്, നിങ്ങൾ വോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മതസംഘടന പറഞ്ഞിട്ടാണോ? അല്ല. പ്രശാന്ത് വന്നോ, ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ വന്നോ, ഒരു 500-1000 പെൺകുട്ടികളെ ഞാൻ ഓൾറെഡി ഒരിക്കൽ എടുത്താണ്, ഓർമ്മ ഉണ്ടാവും. വയസ്സിൻ്റെ കാര്യത്തിൽ, വയസ്സിൻ്റെ അന്ന് നമ്മൾ എഴുതി കൊടുത്തതിൽ ഇതും പെട്ടു. അവരൊന്നും വോട്ട് ചെയ്യുന്നതൊന്നും ഇതിൻ്റെ പേരിലല്ല. ഇത് വെറുതെ ഒരു വോട്ട് ബാങ്കിനെ നമ്മൾ സൃഷ്ടിക്കണം. ഏത് ഇവരുടെ അടുത്ത് വോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ സൃഷ്ടിക്കണം. അതായത് NSSൻ്റെ വോട്ട് ബാങ്ക് മാതിരിയാണ്. അതായത് വോട്ട് ബാങ്ക് ഒക്കെ സുകുമാരൻ നായരുടെ കയ്യിലാണ് ഇതൊക്കെ ഇരിക്കുന്നതെന്ന് മറ്റുള്ളവർ പോയി പറയും. എന്ത്? അപ്പോൾ എന്നിട്ട് അവർ ഇയാളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഡൽഹി നായരും ചങ്ങനാശ്ശേരി നായരും ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് കൊണ്ടുവരികയാണ്. സുകുമാരൻ നായരുടെ അടുത്തും വോട്ടില്ല, വെള്ളാപ്പള്ളിയുടെ അടുത്തും വോട്ടില്ല, ഞങ്ങളുടെ മതസംഘടനകളിലും വോട്ടില്ല, ആരുടെ അടുത്തും വോട്ടില്ല, എൻ്റെ അടുത്തും വോട്ടില്ല. വോട്ടില്ല. വളരെ സിമ്പിളാണ്. ആരെങ്കിലും MES ഞാൻ പറഞ്ഞാൽ വോട്ട് ചെയ്യണ ആരും കേൾക്കില്ല.